കേരളത്തിലെ ഓട്ടോകളുടെ പെർമിറ്റ് പുതുക്കൽ ഏപ്രിൽ 1 മുതൽ 400 രൂപയിൽ നിന്നും 4300 രൂപയാക്കി തന്നിട്ടുണ്ട്. അരിവാൾ ചുറ്റിലേക്ക് കുത്തുമ്പോൾ അമർത്തി കുത്തണം. കേട്ടോ സഖാക്കളെ. കുറച്ച് ദിവസമായി വാട്സാപ്പിൽ ഓടുന്ന വലിയ നുണകളിൽ ഒന്നാണ്. ഓട്ടോ ഓടിക്കുന്ന സഖാക്കളും സഖാക്കളല്ലാത്തവരും അരിവാളിനെ കുത്തുകയുള്ളൂ എന്ന ധാരണയാണെന്ന് തോന്നുന്നു ഇക്കാര്യത്തിൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരെ കൂട്ടുപിടിച്ച് നുണയുമായി രംഗത്തെത്തിയത്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതത്തിൽ സഖാക്കളോളം കരുതൽ കാണിച്ചവർ വേറെയില്ല എന്ന ബോധ്യമാകാം അതിന് കാരണം. എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് വാസ്തവം? ഇത്തരം ഫേക്ക് ഉണ്ടാക്കുന്നവർ മിനിമം RTO ഓഫീസുകളിലെങ്കിലും ആദ്യം ഒന്ന് വിവരം തിരക്കേണ്ടിയിരുന്നു. പെർമിറ്റ് പുതുക്കാനുള്ള ഫീസ് 400 നിന്ന് 4300 ആയോ എങ്കിൽ ആരാണ് വർദ്ധിപ്പിച്ചത് എന്നെങ്കിലും അറിഞ്ഞിരിക്കാമല്ലോ. ഈ നുണയിലെ ഏറ്റവും രസകരമായ സത്യം എന്തെന്നാൽ ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് പുതുക്കുന്നതിന് 4300 അല്ല ഫീസ് എന്നുള്ളതാണ്, 400ഉമല്ല. അതിനുള്ള ഫീസ് വെറും 360 രൂപ മാത്രമാണ്. ഏജൻറ്റ് വഴി പോയാൽ അവരുടെ കമ്മീഷൻ ചാർജ് കൂടെ നൽകേണ്ടി വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ് 400-ലെത്തുന്നത്. ഇനി ഈ നുണ വന്ന വഴി എങ്ങനെയാണെന്ന് നോക്കാം. 15 വർഷം കഴിഞ്ഞ ഓട്ടോകൾ പൊളിച്ചു മാറ്റണമെന്ന കേന്ദ്രം പാസാക്കിയ പുതിയ നിയമം ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITUവിൻ്റെ അഭ്യർത്ഥന പ്രകാരം 7 വർഷം കൂടി വർദ്ധിപ്പിച്ച് 22 വർഷമായി ഉയർത്തി വിജ്ഞാപനം ഇറക്കിയത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരായിരുന്നു. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് അടക്കം 10 ഇരട്ടി വരെ ഉയർത്തി വിജ്ഞാപനം ഇറക്കിയത് കേന്ദ്ര സർക്കാരായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ UDF എന്തിനാണ് കേന്ദ്ര വാഹന ബില്ലിനെ കേരള സർക്കാരിൻ്റെ തലയിലിടാൻ നോക്കുന്നത്? സ്വല്പം പിന്നിലേക്ക് പോയാൽ അതിനുത്തരം ലഭിക്കും. മോട്ടോർ വാഹന ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ എതിർത്തത് ഇടതുപക്ഷ MPമാരും DMK MPമാരും ചേർന്നുള്ള വെറും 13 പേർ മാത്രമായിരുന്നു. കോൺഗ്രസ് ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുകയും ബില്ല് കൊണ്ടുവന്ന BJPയെ അഭിനന്ദിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന ഇടതുപക്ഷത്തിൻ്റെ ആവശ്യം BJPയും കോൺഗ്രസും ഒരുമിച്ച് ശബ്ദ വോട്ട് കൊണ്ട് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ ഈ ഫേക്ക് വന്നത് എവിടെ നിന്നായിരിക്കുമെന്ന്. തങ്ങൾ കൂടി BJPക്കൊപ്പം കൈയടിച്ച് പാസാക്കിയ നിയമം എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കേന്ദ്രത്തിലെ BJP സർക്കാരിന് വേണ്ടി കേരള സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുന്നു കോൺഗ്രസ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും നയങ്ങൾ ഒന്നാണ്, നിലപാട് ഒന്നാണ്, സമീപനം ഒന്നാണ്. എന്നാൽ പിന്നെ ഈ രണ്ട് പാർട്ടികൾക്കും ലയിച്ച് ഒന്നായി കൂടെ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികം. ദിവസേന കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് ലാഭിക്കുകയും ചെയ്യാം. പുതുക്കിയ ഓട്ടോ പെർമിറ്റ് എടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓൺലൈൻ കോപ്പി എടുത്ത് നോക്കണം. അതിൽ 360 രൂപ എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും വെടിപ്പായി എഴുതിയിട്ടുള്ളത് കാണാൻ കഴിയും. ഇലക്ഷൻ സമയമാണ്. നുണകൾ ഇനിയും നിരന്തരം വന്നുകൊണ്ടേയിരിക്കും.